അഖിൽ, വെരി ഗുഡ് മോർണിംഗ്. രാത്രിയിലൊക്കെ കനത്ത മഴയായിരുന്നു എന്ന് കേട്ടു. കോട്ടയത്തിന്റെ ചുറ്റുമുള്ള മലയോര മേഖലയിലുമെല്ലാം ഇല്ലിക്കൽ ജംഗ്ഷനിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ അഖിൽ? ഡോക്ടർ അരുൺഖാൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയിലൊക്കെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. ശക്തമായി തന്നെ മഴ ഉണ്ട് എല്ലാ മേഖലകളിലും. കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറ് മേഖലയിലും ഒക്കെ തന്നെ മഴകളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്ന ഇല്ലിക്കൽ ജംഗ്ഷനിൽ കഴിഞ്ഞ മൂന്നാമത്തെ ദിവസമാണ് ഈ വെള്ളക്കെട്ട് ഇത്തരത്തിൽ വെള്ളക്കെട്ട് മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഇല്ലിക്കൽ ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ്, തൊട്ടുരുമിയാണ് ഈ മീനച്ചിലാർ ഒഴുകിപ്പോകുന്നത്. ഈ മീനച്ചിലാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുമരകം, അതുപോലെ തന്നെ കോട്ടയം കുമരകം റൂട്ടിൽ പലയിടത്തും, ഇത് ഇല്ലിക്കൽ ജംഗ്ഷനിൽ മാത്രമല്ല, ഇത് കോട്ടയം കുമരകം റോഡാണ്. ആ റോഡിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ചങ്ങളം ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗതാഗത തടസ്സമോ മറ്റു പ്രശ്നങ്ങളോ നിലവിൽ ഉണ്ടായിട്ടില്ല. അതായത് എല്ലാ വർഷവും ഈ ഓണവും വിഷുവും ഒക്കെ വരുന്നത് പോലെ തന്നെയാണ് കോട്ടയത്തെ കുമരകം ഈ ഭാഗത്തുള്ളവർക്ക്, മീനച്ചിലാറ് തീരത്തിൽ കഴിയുന്നവർക്ക് എല്ലാ വർഷവും ഇത്ര പതിവ് തെറ്റാതെ ഇങ്ങനെ വലിയ തോതിൽ വെള്ളം കയറുന്നു, ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ മുൻ വർഷങ്ങൾ അത്ര പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ഇപ്പോഴും ഈ വെള്ളക്കെട്ടുകൾ പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജില്ലയിൽ ഇതുവരെ 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. അതിൽ 167 പേർ ഈ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ടുണ്ട്. ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട വീടുകൾ വെള്ളം കയറി മാറ്റിയവരുണ്ട്. ഒപ്പം തന്നെ ഈ മുന്നറിയിപ്പുള്ള പ്രദേശങ്ങൾ, മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വെള്ളം കയറി പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ മുൻകരുതലായി മാറ്റിപ്പാർപ്പിച്ചവരടക്കമാണ് ഇത്തരത്തിൽ ഈ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിലെ വിവിധ താലൂക്കുകളായി പ്രവർത്തിക്കുന്നത്. മറ്റ് നാശനഷ്ടങ്ങളോ കാര്യമായ പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഈ മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരുന്നതോടുകൊണ്ട് തന്നെ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കയറിയ വെള്ളം ഇപ്പോഴും ഇറങ്ങാതെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വലിയ തോതിൽ വെള്ളം ജലനിരപ്പ് ഉയരുന്നുണ്ട്. ജലനിരപ്പ് കുറയാത്തത് ഒരു ആശങ്ക നൽകുന്ന കാര്യമാണ് മീനച്ചിലാറിന്റെ കാര്യത്തെ സംബന്ധിച്ചോളം. മണിമലയാറിലും മറിച്ചല്ല, മണിമലയാറിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. പക്ഷേ മണിമലയാറിലെ പ്രദേശങ്ങൾ അത്ര കാര്യമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായി വരുന്നില്ല എന്നുള്ളതാണ്. കിഴക്കൻ മേഖലയും പടിഞ്ഞാറ് മേഖലയിലും മഴ തുടരുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മഴ തുടരുമ്പോൾ അദ്ദേഹം എന്താ ബൈക്ക് ഓടിച്ചു പോകാൻ കഴിയും, ആളുകളൊക്കെ ഓടിച്ചു പോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തള്ളിക്കൊണ്ടു പോവുകയാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ പേടി കാണും, ബൈക്കെങ്ങാനും നിന്ന് പോയാലോ എന്നുള്ളൊരു ഭയമൊക്കെ കാണും. കാരണം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ അരുൺകുമാർ. അപ്പോൾ അതിൻ്റെ ഒരു ഭയമൊക്കെ അദ്ദേഹത്തിനുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്തായാലും തള്ളിക്കൊണ്ടു പോകുന്നത്. വാഹനങ്ങളൊക്കെ പതിയെയാണ് പോകുന്നത്. വെള്ളക്കെട്ട് കൂടി വരികയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് ലൈവ് നൽകിയിരുന്നു. ആ സമയത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നൊക്കെ വെള്ളത്തിൻ്റെ അളവൊക്കെ തോതൊക്കെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും മഴ ഇങ്ങനെ കനക്കുന്നു. അതായത് കിഴക്കൻ മേഖലയിലും ഒപ്പം തന്നെ പടിഞ്ഞാറ് മേഖലയും മഴ കനക്കുന്നതോടുകൂടി തന്നെ ഈ മീനച്ചിലാറിലെ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മീനച്ചിലാറിലെ ജലനിരപ്പ് ഉയരുന്നതോടുകൂടി തന്നെ വെള്ളക്കെട്ടുകളുടെയൊക്കെ അപ്പുറം കുട്ടനാട് മേഖലയൊക്കെ തന്നെ വെള്ളക്കെട്ട് കൂടുതലായി രൂക്ഷമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ എന്തായാലും ഈ മീനച്ചിലാർ തീരത്തുള്ളവർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താഴെ വെള്ളം, മുകളിൽ ജീവൻ നഷ്ടപ്പെട്ട മീനുകൾ അല്ലേ? അതെ തീർച്ചയായും. ഒരു മീൻകടയുണ്ട്, അതോടൊപ്പം തന്നെ അതിനപ്പുറത്ത് പച്ചക്കറി കടയുണ്ട്. കടകളൊക്കെ തുറന്നിട്ടുണ്ട്. വെള്ളക്കെട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കടകൾക്കുള്ളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി. ഇപ്പോൾ തന്നെ ഈ വെള്ളത്തിന്റെ ഈ അലയടികളിൽ ആ കടക്കുള്ളിലേക്കൊക്കെ വെള്ളം ചെറിയ തോതിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായി ഈ വെള്ളക്കെട്ട് വ്യാപാരികളാണ് പ്രധാനമായും ബുദ്ധിമുട്ട്. തീർച്ചയായും നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാൻ. അവിടെ ഉണ്ട്, അവര് കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് തോന്നുന്നു. ആൾക്കാർക്ക് അവിടെ ഒന്ന് മീൻ വാങ്ങാനുള്ള സാധ്യത. അതെ ചേട്ടാ, വെള്ളം കയറുന്നതിന്റെ ഒരു ആശങ്കയുണ്ടോ? വെള്ളം കയറുന്നതിന്റെ ആശങ്ക, കച്ചവടമൊക്കെ തീരെ മോശമാണ്. ആൾക്കാരെങ്കിലും ഇറങ്ങണ്ടേ? ഇറങ്ങിക്കൊണ്ടാണോ? മഴയും വെള്ളപ്പൊക്കവും എല്ലാ കൊല്ലം കയറാറുണ്ട്. കയറാറായിട്ടില്ല. ഇതുപോലെ മഴ ഇന്നാ കയറും. അരുൺകുമാർ, അത് തന്നെയാണ് ആശങ്കയുണ്ട്. ഇപ്പോൾ എന്തായാലും അധികം കയറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറുമെന്നാണ് ചേട്ടന്മാർ പറയുന്നത്. കച്ചവടം കുറവാണ് എന്നുള്ളതാണ് ആശങ്കയുണ്ട്. കച്ചവടമൊക്കെ കുറവാണ്. കച്ചവടമൊക്കെ തീരെ കുറവാണ്. ആൾക്കാർ ഇറങ്ങാൻ മടിക്കുന്നു. ബുദ്ധിമുട്ടാണ്. മഴ പണിയാവുന്നു. അതെ, തീർച്ചയായിട്ടും. ദിവസമായില്ല ഇപ്പോൾ ഇവിടെ? അതെ യെസ് അഖിൽ, വരുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. അതെ എന്തായാലും മത്സ്യത്തൊഴിലാളികളും അതേപോലെ മത്സ്യം പങ്കുവെക്കുന്നത്. പക്ഷേ പ്രേക്ഷകർ അങ്ങനെയൊന്നും കരുതി മടിച്ചിരിക്കരുത്. മഴയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ഈ മത്സ്യമൊക്കെ വാങ്ങിച്ച് കഴിക്കുക. ആരോഗ്യത്തിനുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ഉപാധി കൂടിയല്ലേ. നല്ല ഫ്രൈ ചെയ്തും കറി വെച്ചുമൊക്കെ കഴിക്കേണ്ട സമയമാണ്. നല്ല മഴക്കാലമാണ്. വീട്ടിൽ നല്ല എന്താണ് ഈ പറയുന്ന തേങ്ങയിട്ട് അരച്ചു വെച്ച കറിയും അതേപോലെ മുളകിട്ട് വെച്ച ചൂരക്കറിയും അയലക്കറിയും അയല പൊരിച്ചതും വറുത്തതും ഒക്കെ ആയിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കേമമാക്കുക. നല്ല ചൂട് ചോറും ഈ
മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ടാവുമല്ലോ. കടയിലോട്ട് പോയെന്നേ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതോപാധിയാണല്ലോ. ഒരുപാട് പേര് ഈ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ അന്നം മുട്ടുന്നൊരു സമയം കൂടിയാണ് കനത്ത മഴ എന്ന് പറയുന്നത്. താങ്ക് യു അഖിൽ, ദൃശ്യങ്ങൾ നിരന്തരം വാർത്ത നൽകിയതിനും.